കോഴിക്കോട് പുളക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണ പ്രവർത്തനം നേടുന്നതിൽ പരാതിയുമായി നാട്ടുകാർ 18 മാസം കൊണ്ട് പാലത്തിന്റെ പണി പൂർത്തിയാക്കുമെന്ന് അധികൃതർ വാഗ്ദാനം നൽകിയെങ്കിലും 4 വർഷമായി പണി പൂർത്തീകരിക്കാത്തതിൽ പ്രതിഷേധവുമായി പറമ്പിൽ പുളക്കടവ് ജനകീയ സമിതി രംഗത്തെത്തി. വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനക്കുറവാണ് പ്രവൃത്തി നീണ്ടുപോകാൻ കാരണമെന്ന് ജനകീയ സമിതി ഭാരവാഹികൾ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇത് 2021 ശിലാസ്ഥാപനം നടത്തുന്ന സമയത്ത് 1.5 വർഷം കൊണ്ട്, അതായത് 18 മാസം കൊണ്ട് പ്രവൃത്തി പൂർത്തീകരിക്കാം എന്നാണ് ഇതിൻ്റെ MOU പ്രകാരം ULCC ഏറ്റെടുത്തിരിക്കുന്നത്. പക്ഷേ 18 മാസം കഴിഞ്ഞതിന് ശേഷം അവർ 2 തവണകളിലായിട്ട് ഇതിൻ്റെ എക്സ്റ്റൻഷൻ വാങ്ങിച്ചു. 6 മാസമായിട്ട് എക്സ്റ്റൻഷൻ വാങ്ങിച്ചു. അങ്ങനെ എക്സ്റ്റൻഷൻ വാങ്ങിച്ചിട്ടും 4 വർഷം കഴിഞ്ഞിട്ടും ഇതിൻ്റെ പ്രവൃത്തി പാതി പോലും ആയില്ല എന്നുള്ളത് കൊണ്ടാണ് ജനങ്ങൾ ഇത്രയേറെ ആശങ്കയിലിരിക്കുന്നത്. 2021 പുളക്കടവ് പൂനൂർ പുഴയ്ക്ക് കുറുകെ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത്. മന്ത്രി AK ശശീന്ദ്രനാണ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം അന്ന് നിർവഹിച്ചിരുന്നത്. 18 മാസം കൊണ്ട് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുമെന്നായിരുന്നു നാട്ടുകാർക്ക് അധികൃതർ കൊടുത്ത വാക്ക്. എന്നാൽ 4 വർഷമായിട്ടും പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും പാലത്തോട് ചേർന്നുള്ള റോഡ് നിർമ്മാണവും പൂർത്തീകരിക്കാൻ നിർമ്മാണ കരാർ എടുത്ത ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല. പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായാൽ ബാലുശ്ശേരിയിലും സമീപപ്രദേശങ്ങളിലെ യാത്രക്കാർക്കും രോഗികൾക്കും ഉൾപ്പെടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്താൻ മണിക്കൂറുകൾ സഞ്ചരിക്കേണ്ട ആവശ്യം വരില്ല. ഇതെല്ലാം കണക്കിലെടുത്തായിരുന്നു പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനക്കുറവാണ് നിർമ്മാണ പ്രവൃത്തികൾക്ക് കാലതാമസം വരാൻ കാരണമെന്ന് ജനകീയ സമിതി അംഗങ്ങൾ പറയുന്നു. ചില ഉദ്യോഗസ്ഥരുടെ ഉപേക്ഷ അല്ലെങ്കിൽ അലംഭാവം കൊണ്ടാണ് ഇത് ഇത്ര വൈകിയത് എന്നാണ് നാട്ടുകാരുടെ ഒരു ആക്ഷേപം. ഇതിൽ ബന്ധപ്പെട്ട 5ഓളം വകുപ്പുകളുണ്ട്. ഇത് കിഫ്ബിയുടെ 30 കോടി പദ്ധതി ഇത് പ്രായോഗികമാക്കുന്നത്, ഇവിടെ നടപ്പിൽ വരുത്തുന്നത് കിഡ്ക്കാണ്. അതിന് വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് ULCC എന്ന വളരെ പ്രശസ്തമായ, വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. അതുകൂടാതെ ഇതിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കേണ്ടത് ഇപ്പോൾ കാലതാമസം വന്നിരിക്കുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തു നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ യാത്രക്കാർ സഞ്ചരിക്കുന്നത് പണ്ട് നിർമ്മിച്ച വീതി കുറഞ്ഞ പാലത്തിലൂടെയാണ്. അറ്റകുറ്റപ്പണി നടത്താത്ത പഴയ പാലം വലിയ അപകട ഭീഷണിയാണ് നിലവിൽ നേരിടുന്നത്. ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ ചെറിയ പാലത്തിന്റെ അറ്റകുറ്റപ്പണി നടത്താത്തതിന് കാരണം പുതിയ പാലം ഉടൻ നിർമ്മിക്കുമെന്ന അധികൃതരുടെ ഉറപ്പിനു പുറത്താണ്. 4 വർഷമായിട്ടും പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകാത്തത് നാട്ടുകാർക്കും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. അവിടെ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ വകുപ്പ് മന്ത്രിമാരും ഉൾപ്പെട്ട സമിതി അവിടെ ഇതേപ്പറ്റി ചർച്ച ചെയ്യുകയും അതിന് വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുമെന്ന് ഉറപ്പ് തന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ സമരം നിർത്തിവെച്ചത്. പക്ഷേ അത്തരത്തിലൊരു 2-3 ആഴ്ചക്കുള്ളിൽ അത്തരത്തിലൊരു ഉറപ്പ് ഞങ്ങൾക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മറുപടി ഞങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും പഴയതുപോലെ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് പറമ്പിൽ പുളക്കടവ് ജനകീയ സമിതി തീരുമാനിച്ചിരിക്കുന്നത്. കിഫ്ബിയിൽ 30 കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയത്. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല. നേരത്തെ 300 മീറ്റർ നീളത്തിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ പരിസരത്ത് മതിൽ നിർമ്മിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ നാമമാത്രമായ അളവിലെ മതിൽ പണിയുകയുള്ളൂ എന്നാണ് കമ്മിറ്റിക്ക് ലഭിച്ച വിവരം. ഇത് പ്രദേശത്ത് വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും കാരണമാകും. ന്യൂസ് മലയാളം, കോഴിക്കോട്.